എല്ലാവർക്കും ചിൻസ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ആറ്റുകാൽ അമ്മയുടെ നടയിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. ആറ്റുകാൽ അമ്മയെ കാണാൻ വേണ്ടി വന്നതാണ്, മറ്റൊന്നുമല്ല. എല്ലാവർക്കും അറിയാം, സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ അമ്മയുടെ പൊങ്കാല മഹത്തിന് ഇന്ന് കൊടിയേറിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് 17 ശനിയാഴ്ച 2024 ഇന്ന് രാവിലെയായിരുന്നു കാപ്പ് കെട്ടി ദേവിയെ കുടിയിരുത്തിയത്. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പം ഞാൻ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ വന്ന് വ്ളോഗ് എടുക്കാനായിട്ട് ഞാൻ രാവിലെ വന്നു. അപ്പോഴും നല്ല തിരക്കായിരുന്നു കേട്ടോ. ഇന്ന് ഈ വർഷം ഞാൻ വ്ളോഗിന് വന്നത് ഈവനിങ് സമയത്താണ്. അപ്പോൾ ഇതൊക്കെ എനിക്ക് കുറേ മെമ്മറീസ് ആയിട്ടൊക്കെ തോന്നുന്നു. കാരണം കഴിഞ്ഞ വർഷവും ഞാൻ കൊടിയേറ്റ ദിവസം അമ്മയുടെ തിരുനടയിൽ വന്ന് ഞാൻ വ്ളോഗ് ഇട്ടു. എല്ലാവർക്കും ഞാനൊരു വീഡിയോ ഞാൻ ഷെയർ ചെയ്തു. അതുപോലെ തന്നെ ഇന്നും എനിക്ക് അതിന് സാധിച്ചു എന്നുള്ളത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. അമ്മയെ കണ്ടു, അമ്മയെ നന്നായിട്ട് ഞാൻ കണ്ടു തൊഴുതു. ഞാൻ ആദ്യം ഇതെല്ലാം ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്തെന്ന് വെച്ചാൽ എല്ലാ വീഡിയോയും ഞാൻ എടുത്തു. സ്റ്റേജും മറ്റു കാര്യങ്ങളും തിരക്കുകളും ക്യൂ നിൽക്കുന്ന സ്ഥലവും എല്ലാം കംപ്ലീറ്റ് ഞാൻ എടുത്തതിന് ശേഷമാണ്, എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അമ്മയെ കാണാൻ സമാധാനത്തോടു കൂടി പോയത്. നന്നായിട്ട് ഞാൻ അമ്മയെ കണ്ടു തൊഴുതു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെന്താണ്, പിന്നെ ഇതാ കണ്ടില്ലേ തിരക്കുകളെന്ന് വെച്ചാൽ ഇതൊരു ഒരു 5-5:15 സമയത്താണ് കേട്ടോ ഈ ഒരു കാഴ്ച. ഭയങ്കര തിരക്കല്ല, എന്നാലും തിരക്ക് അത്യാവശ്യം ഉണ്ട്. ഇനി അങ്ങോട്ട് പോകുന്തോറും തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കും. പിന്നെ ഇവിടെ ഡാൻസും പരിപാടികളും നടക്കുകയാണ്. ഇവിടെ എപ്പോഴും ഡാൻസ് പരിപാടികളുണ്ട്. ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉത്സവം തുടങ്ങിയതുകൊണ്ട് ഇനി ഭയങ്കര തിരക്കുമായിരിക്കും. അതുപോലെ പരിപാടികൾ അടുക്കി പരിപാടികളായിരിക്കും. പിന്നെ കണ്ടില്ലേ തിരക്കുകളും. പിന്നെ ഈ പ്രോഗ്രാമിൻ്റെ ആൾക്കാരും ഒക്കെ ഒരുപാട് കൂടി നിൽപ്പുണ്ട്. അതുപോലെ തന്നെ ക്യൂ പോകുന്നത് കണ്ടില്ലേ. ഇപ്പം വലിയ ക്യൂ ഇല്ല. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ പോയാലും നമുക്ക് നന്നായിട്ട് പോയി തൊഴാൻ പറ്റും. ഈ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഞാൻ പോയി തൊഴുതത്. എനിക്ക് നന്നായിട്ട് തൊഴാൻ പറ്റി, അമ്മയെ നന്നായിട്ട് തൊഴുതു. പിന്നെ ഇതൊക്കെയാണ് അവിടുത്തെ സജ്ജീകരണങ്ങൾ. ഇനി നിങ്ങൾ കാഴ്ചകളിലേക്ക് കണ്ടോളൂ. അപ്പോൾ അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് വന്നിട്ടാണ് പിന്നെ നമ്മൾ നാരങ്ങ വിളക്ക് കത്തിക്കാനായിട്ട് വന്നേ. അപ്പോൾ അവിടെ ഉള്ള ചെറിയൊരു വീഡിയോയുടെ ഇതാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നാരങ്ങ ബില്ലൊക്കെ അടച്ചു. അതിനുശേഷം ഇവിടെ നമ്മൾ ക്യൂ നിൽക്കുകയാണ് നാരങ്ങ വിളക്കിന് വേണ്ടിയിട്ട്. ഞാൻ കൊടുക്കുന്നുണ്ട് ബില്ല്. ഇനി നമുക്ക് നാരങ്ങ വിളക്കൊക്കെ കത്തിച്ച് അമ്മയ്ക്ക് എല്ലാം അർപ്പിച്ചതിന് ശേഷം നമുക്ക് ബാക്കി കാഴ്ചകളിലോട്ട് കിടക്കാം.
അങ്ങനെ ഞാൻ വർണ്ണക്കാഴ്ചകളും എല്ലാം കണ്ട് പിന്നെ വീഡിയോ എടുത്ത് അമ്മയെ കണ്ടു, നന്നായിട്ട് തൊഴുതു, സമാധാനത്തോടെ തൊഴുതു, മനസ്സൊക്കെ ശാന്തമായി. അങ്ങനെ ഞാൻ സന്തോഷത്തോടു കൂടി ഞാൻ ദാ ഇറങ്ങുകയാണ്. പക്ഷേ ഇറങ്ങി കഴിഞ്ഞിട്ട് എൻ്റെ വീഡിയോ ഒന്നും തീരുന്നില്ല. എന്താണ് കാര്യം എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഇറങ്ങി അങ്ങോട്ട് ഇറങ്ങുന്നതും വീണ്ടും വേറെ എന്തെങ്കിലും കാണും, വീണ്ടും ഇറങ്ങുമ്പോൾ വേറെ എന്തെങ്കിലും കാണും. അപ്പോൾ എനിക്ക് അതെടുത്ത് നിങ്ങളിലേക്കും കൂടെ എത്തിക്കണമെന്നുള്ള ചിന്തയുള്ളത് കൊണ്ട് എനിക്ക് അങ്ങോട്ട് ഇറങ്ങാനും പറ്റില്ല. ഞാൻ ഇറങ്ങിയെന്നും പറഞ്ഞാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്നും പറഞ്ഞ് ഇറങ്ങിയപ്പോഴാണ് ദാ ഇവിടെ പ്രോഗ്രാം നടക്കുന്നു. മറ്റേ ഫിലിം ആക്ട്രസ് അനു ഇരിക്കുന്നതൊക്കെ കണ്ടു. പിന്നെ നമ്മൾ സിനിമാ നടികളൊക്കെ കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ടൊന്നും പോവുമല്ലോ, അന്ന് കണ്ടൊന്ന് സെൽഫിയൊക്കെ എടുത്താലോ എന്നൊക്കെ പറഞ്ഞ് പോവുമല്ലോ. പക്ഷെ അതൊന്നും നടന്നില്ല കേട്ടോ. അപ്പം ഞാൻ പിന്നെ എന്താ പറയുക, കുറച്ച് നേരം അവിടെ ചെന്ന് നോക്കി നിന്നു അനുവിനെ കാണാൻ പറ്റുമോ എന്നുള്ളതിലൊക്കെ. പക്ഷെ കണ്ടൊന്നുമില്ല, ചെറുതായിട്ട് കണ്ടു, അത്രേ ഉള്ളൂ. പിന്നെ ആ കടകളൊക്കെ തിരക്ക് കൂടാൻ തുടങ്ങി. മുളക് ബജിയും അത് ഇതും എല്ലാ സംഭവങ്ങളും എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. എന്ത് വേണോ നമുക്ക് വാങ്ങിച്ച് കഴിക്കാം. പക്ഷേ ഞാനൊന്നും വാങ്ങിച്ച് കഴിച്ചില്ല കേട്ടോ, സത്യം പറയട്ടോ. കാരണം എനിക്ക് എൻ്റെ വണ്ടിയൊക്കെ ഞാൻ അങ്ങോട്ട് കുറേ തിരക്കിനിടയിലൊക്കെ കൊണ്ട് വച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് അത് എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് എടുത്ത് ഇറക്കണമെന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ അതൊന്നും വാങ്ങിയില്ല. പിന്നെ ഫാൻസി സ്റ്റോറിൽ കയറി 2-3 കമ്മലും അങ്ങനെ എന്തൊക്കെ ഞാൻ എടുത്തു, അത്രേ എടുത്തോളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ ബലം എന്ന് പറയുന്നത്. താങ്ക് യു ഓൾ.